നമസ്തേ ബച്ചോ. ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 10ാം ക്ലാസ്സിലെ പാഠങ്ങൾ ഓരോന്നായി പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ശ്രീ അമൃതലാൽ വേഗഡിൻ്റെ യാത്രാവിവരണമായ രൈൻ ബസേരെ മീം എന്ന പാഠം പരിചയപ്പെട്ടു. ഇന്ന് നമുക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കാം. ആദ്യത്തെ പ്രവർത്തനം നോക്കൂ. സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതാനാണ്. അമൃതലാൽ വേഗഡിനെ നർമ്മദാ കെ കിനാരെ പദയാത്ര കി. അമൃതലാൽ വേഗഡ് നർമ്മദാ തീരത്ത് പദയാത്ര നടത്തി. സഹി. അടുത്തത് നോക്കൂ. ബാരിഷ് ഹോനെ സെ യാത്രിയോं को പഥോഡ ഗാവ് മേ ഹി രുക്നാ പട. മഴ പെയ്തതുകൊണ്ട് യാത്രികർക്ക് പഥോഡ ഗ്രാമത്തിൽ തന്നെ തങ്ങേണ്ടി വന്നു. സഹി. ലേഖക ഔർ സഹായക മന്ദിർ കി ഛത്ത് പർ സോ ഗയെ. ലേഖകനും സഹായിയും അമ്പലത്തിൻ്റെ ടെറസിൽ ഉറങ്ങി. അത് തെറ്റല്ലേ? അമ്പലത്തിൻ്റെ അകത്തല്ലേ അവരുറങ്ങിയത്? ഗലത്ത്. ഛോട്ടുവിനെ ഗാവ് വാലോം കെ ലിയെ ഖാന പകായ. ഛോട്ടു ഗ്രാമീണർക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്തു. അതും തെറ്റല്ലേ? ഛോട്ടു ലേഖകന് വേണ്ടിയല്ലേ ആഹാരം പാകം ചെയ്തത്? നീന്ത് ഖുൽത്തെ ഹി ലേഖകനെ ഏക സ്ത്രീക്കോ അപ്പനെ പാസ് ബൈഠേ ദേഖ. ഉറക്കമുണർന്നപ്പോൾ ലേഖകൻ തൻ്റെ അടുത്ത് ഒരു സ്ത്രീ ഇരിക്കുന്നത് കണ്ടു. അതും തെറ്റല്ലേ? ഒരു പുരുഷനല്ലേ ഇരിക്കുന്നത് കണ്ടത്? ഗലത്ത്. പാഗൽ ആത്മീനെ ചാബുക് സെ യാത്രിയോं को മാര. ഭ്രാന്തനായ മനുഷ്യൻ യാത്രക്കാരെ ചാട്ടവാറുകൊണ്ട് അടിച്ചു. തെറ്റല്ലേ അത്? ഭ്രാന്തനായ മനുഷ്യൻ അടിച്ചില്ലല്ലോ. പാഗൽ ആത്മീനെ പിഠു സെ കിതാബേ നിക്കാൽക്കർ ഫേങ്ക് ദി. ഭ്രാന്തനായ മനുഷ്യൻ പെട്ടിയിൽ നിന്നും പുസ്തകങ്ങൾ പുറത്തെടുത്ത് എറിഞ്ഞു. അതും തെറ്റാണ്. അയാൾ പുസ്തകം എറിയുന്നില്ല. ഗലത്ത്. പാഗൽ ആത്മി ലേഖകക്കെ പൈർ ദബാത്ത രഹ. ഭ്രാന്തനായ മനുഷ്യൻ ലേഖകന്റെ കാൽ തടവിക്കൊണ്ടിരുന്നു. ശരിയല്ലേ അത്? സഹി. ലേഖകക്കെ ഹാത്ത് മേം 20 പൈസേ കാ സിക്ക രഖ്കർ പാഗൽ ആത്മി ചലാ ഗയ. ലേഖകന്റെ കയ്യിൽ 20 പൈസയുടെ നാണയം വെച്ചിട്ട് ഭ്രാന്തനായ മനുഷ്യൻ നടന്നുപോയി. സഹി. പാഗൽ ആത്മി ഛോട്ടു കോ ഭി സാത്ത് ലേ ഗയ. ഭ്രാന്തനായ മനുഷ്യൻ ഛോട്ടുവിനെ കൂടി ഒപ്പം കൊണ്ടുപോയി. തെറ്റല്ലേ അത്? അയാൾ ഒറ്റയ്ക്കല്ലേ നടന്നുപോയത്? ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. പാത്രോങ്കി വിശേഷതായേം പഹച്ചാനെ. ഈ യാത്രാവിവരണത്തിലെ കഥാപാത്രങ്ങളുടെ പ്രത്യേകതകൾ കണ്ടെത്തി അറിയുകയാണ് വേണ്ടത്. ഒന്ന് നോക്കൂ. ഇസ് യാത്രാവൃത്ത് കെ പ്രസംഗുമേം കോൻ കോൻ ആപ്കെ സാമ്നെ ആത്തെ ഹെ. ഈ യാത്രാവിവരണത്തിൻ്റെ അവസരത്തിൽ ആരൊക്കെയാണ് താങ്കളുടെ മുന്നിലേക്ക് വരുന്നത്? ഉൻകി വിശേഷതായും ക്യാ ക്യാ ഹെ. അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? താലികാമേ ലിഖേ. താഴെ കൊടുത്തിരിക്കുന്ന ടേബിളിൽ എഴുതണം. കൂട്ടുകാരെ, ഈ യാത്രാവിവരണത്തിൽ ഏതൊക്കെ കഥാപാത്രങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വന്നത്? ലേഖകൻ, ഛോട്ടു, യുവാവിൻ്റെ അച്ഛൻ, യുവാവ്. ഇത്രയും പേരല്ലേ? ഇനി ഈ ടേബിൾ ഒന്ന് നോക്കൂ. ആദ്യത്തെ കഥാപാത്രം ലേഖകൻ. ഭൂമിക. ഈ പാഠത്തിൽ ആ കഥാപാത്രത്തിൻ്റെ റോൾ യാത്രി, യാത്രക്കാരനാണ്. വിശേഷതായും അധ്യാപക, യാത്രി. അധ്യാപകനുമാണ് യാത്രക്കാരനുമാണ്. രണ്ടാമത്തെ നോക്കൂ. ഛോട്ടു. ഭൂമിക, സഹായക്. അയാൾ ലേഖകൻ്റെ സഹായിയാണ്. അയാളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ലേഖക കാ സഹായക് ജൽദി ഡർനെ വാല. പെട്ടെന്ന് പേടിക്കുന്നയാൾ. മൂന്നാമത്തെ ആളാരാണ്? യുവക കെ പിത. യുവാവിൻ്റെ അച്ഛൻ. പാഗൽ ആത്മി. മാനസിക നില തെറ്റിയ മനുഷ്യനാണ്. അയാളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പാഗൽ. ശിക്ഷകോം കാ ആദർ കർണേ വാല. അധ്യാപകരെ ആദരിക്കുന്നയാൾ. അടുത്തത് യുവക്. പാഗൽ ആത്മി കാ ബേട്ട. മാനസിക നില തെറ്റിയ മനുഷ്യൻ്റെ മകൻ. കിസാൻ. അയാൾ കർഷകനാണ്.
अपने पिता की बीमारी के बारे में जानने वाला, തൻ്റെ അച്ഛൻ്റെ രോഗത്തെക്കുറിച്ച് അറിയുന്നയാളാണ്. അടുത്ത പ്രവർത്തനം നോക്കൂ. അർത്ഥ ढूंढे, അർത്ഥം കണ്ടെത്തുക. യാത്രാവൃത്തമേം ഇൻ മുഹാവരോं का പ്രयोग कहाँ हुआ है, യാത്രാ വിവരണത്തിൽ ഈ പ്രയോഗങ്ങൾ എവിടെയാണ് കാണുന്നത്. വഹാം പ്രത്യേക മുഹാവരെ കാ ക്യാ അർത്ഥ മിൽത്താ ഹെ, അവിടെ ഓരോ പ്രയോഗങ്ങളുടെയും എന്തർത്ഥമാണ് നമുക്ക് കിട്ടുന്നത്. ആദ്യത്തേത് ഊൽ ജലൂൽ ബക്ന, മലയാളത്തിൽ ഇതിൻ്റെ അർത്ഥം പുലമ്പുക എന്നാണ്. ബേക്കാർ കി ബാത്തേം കർണ, ഭ്രാന്തനായ മനുഷ്യൻ ഈ യാത്രക്കാരെ കണ്ടപ്പോഴല്ലേ പുലമ്പിയത്. ബേ സിർ പയർ കാ സവാൽ കർണ, പരസ്പര ബന്ധമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുക. ബേ തുക് സവാൽ പൂച്ഛന, അതും ആ യാത്രക്കാരോട് ഈ മനുഷ്യൻ തന്നെയല്ലേ ചോദിക്കുന്നത്. ധൗൻസ് സഹന, ഭീഷണി സഹിക്കുക. ധമകി സഹന, ഈ യാത്രക്കാർ ഈ മാനസിക നില തെറ്റിയ മനുഷ്യൻ ഓരോന്ന് ചോദിക്കുകയും പറയുകയും ചെയ്തപ്പോൾ ഇയാളുടെ ഭീഷണി സഹിച്ചുകൊണ്ടിരുന്നു. ഗുദ്ധി സുലക്ഷന, പ്രശ്നം പരിഹരിക്കുക. സമസ്യാക്ക ഹൽ നികാൽന, ഈ ലേഖകൻ ഒരു അധ്യാപകനാണ് എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹത്തോട് ഈ മാനസിക നില തെറ്റിയ മനുഷ്യൻ ആദരവ് കാണിക്കുകയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ 20 പൈസയുടെ തുട്ട് വെച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോഴാണ് ലേഖകൻ്റെ മനസ്സിലെ ഈ പ്രശ്നത്തിൻ്റെ കുരുക്കഴിഞ്ഞത്. കൂട്ടുകാരെ, അടുത്ത പ്രവർത്തനം നോക്കൂ. വിശേഷൺ ശബ്ദോങ്കോ പഹചാനേം എന്നാണ്. വിശേഷണങ്ങളായ വാക്കുകളെ തിരിച്ചറിയാൻ. വിശേഷണം എന്താണ് എന്ന് കൂട്ടുകാർക്കറിയാമോ? നാമത്തിൻ്റെയോ സർവനാമത്തിൻ്റെയോ പ്രത്യേകതകൾ എടുത്തു പറയുന്ന വാക്കുകളാണ് വിശേഷണങ്ങൾ. പ്രവർത്തനം നോക്കൂ. യാത്രാവൃത്തമേ വിശേഷൺ ശബ്ദയുക്ത വാക്യോം കാ ബഹുത്ത് പ്രയോഗ ഹുവാ ഹെ, ഈ യാത്രാ വിവരണത്തിൽ വിശേഷണങ്ങളായ വാക്കുകൾ ചേർത്ത് അനേകം വാചകങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. ഐസേ വാക്യ ചുൻകർ ലിഖേം ഔർ വിശേഷൺ ശബ്ദോം കോ രേഖാങ്കിത് കരെ, ഇങ്ങനെയുള്ള വാക്യങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതുകയും വിശേഷണങ്ങളായ വാക്കുകൾ അണ്ടർലൈൻ ചെയ്യുകയും വേണം. പാഠപുസ്തകത്തിൽ തന്നെ 2 ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നോക്കൂ. മുझे സമ്മാൻ മില വഹ് അപൂർവ ഥ, എനിക്ക് ആദരവ് കിട്ടി, അത് അപൂർവമായിരുന്നു. അപൂർവ എന്നുള്ളതാണ് ഇവിടുത്തെ വിശേഷണം. തഭി ഏക് വിചിത്ര ഘടന ഘടി, അപ്പോൾ ഒരു വിചിത്രമായ സംഭവം നടന്നു. വിചിത്ര എന്നുള്ളതാണ് ഇവിടുത്തെ വിശേഷണം. ഇനി ഈ പാഠത്തിലെ ചില വിശേഷണങ്ങൾ നോക്കൂ. രൈൻ ബസേര, രൈൻ എന്നുള്ളതാണ് അതിലെ വിശേഷണം. രാത്രി താവളം, രാത്രിയിലെ താവളം. സഫേദ് തിൽ, വെളുത്ത എള്ള്. സഫേദ് എന്നുള്ളതാണ് വിശേഷണം. ലോഹേ കി ജാലി, ഇരുമ്പ് വല. ലോഹേ കി എന്നുള്ളതാണ് ഇവിടുത്തെ വിശേഷണം. കാലേ മേഘ്, കറുത്ത മേഘങ്ങൾ. കാലെ എന്നുള്ളതാണ് ഇവിടുത്തെ വിശേഷണങ്ങൾ. കൂട്ടുകാരെ, ഇനിയുമുണ്ട് ധാരാളം വിശേഷണങ്ങൾ. ബാക്കി നിങ്ങൾ കണ്ടെത്തുമല്ലോ അല്ലേ? അടുത്ത പ്രവർത്തനം നോക്കൂ. ബാത്ചീത് ലിഖെ, സംഭാഷണം എഴുതാൻ. അപരിചിത വ്യക്തിക്ക് ജാത്തെ ഹി ഛോട്ടുനെ ദർവാസ ബന്ദ് കർക്കെ ഉസ് പർ താല ലഗാ ദിയ, അപരിചിതനായ വ്യക്തി പോയ ഉടനെ തന്നെ ഛോട്ടു വാതിൽ അടച്ച് പൂട്ടി. इस प्रसंग पर छोटू और लेखक के बीच की बातचीत लिखे, ഈ അവസരത്തിൽ ഛോട്ടുവും ലേഖകനും തമ്മിലുള്ള സംഭാഷണം എഴുതണം. ഒരു ഉദാഹരണം നോക്കൂ. അടുത്ത പ്രവർത്തനം നോക്കൂ. മൻപസന്ത് പ്രസംഗ് യാത്രാവൃത്ത് സേ ചുനെ, ഈ യാത്രാ വിവരണത്തിൽ നിന്നും നിങ്ങൾക്കിഷ്ടമുള്ള ഒരു സന്ദർഭം തിരഞ്ഞെടുക്കണം. ഉസ് പ്രസംഗ് പർ പട്കഥാ കാ ഏക് ദൃശ്യ ലിഖേം ഔർ അഭിനയ കരേം, ആ അവസരത്തിലെ ഒരു ദൃശ്യത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതണം, അത് അഭിനയിക്കണം. നമുക്കൊരു സ്ക്രിപ്റ്റ് എഴുതിയാലോ? ദൃശ്യ 4, സമയ് സബേരെ 9 ബജെ, സ്ഥാൻ യുവക് കെ ഘർ കെ പാസ്, പാത്ര ലേഖക് 45 वर्ष, कुर्ता जीन्स पहने हैं. छोटू 30 वर्ष,
कुर्ता पैजामा पहना है। युवक 26 वर्ष धोती और कुर्ता पहना है। ദൃശ്യ 4. സമയം രാവിലെ 9 മണി. സ്ഥലം യുവാവിൻ്റെ വീടിൻ്റെ അടുത്ത്. കഥാപാത്രങ്ങൾ ലേഖകൻ 45 വയസ്സ്, കുർത്തയും ജീൻസും ധരിച്ചിരിക്കുന്നു. ഛോട്ടു 30 വയസ്സ്, കുർത്തയും പൈജാമയും ധരിച്ചിരിക്കുന്നു. യുവാവ് 26 വയസ്സ്, മുണ്ടും കുർത്തയും ധരിച്ചിരിക്കുന്നു. ലേഖക ഔർ ഛോട്ടു യുവക കെ ഘർ കെ പാസ് ആത്തെ ഹെ. ലേഖകനും ഛോട്ടുവും യുവാവിൻ്റെ വീടിൻ്റെ അടുത്തേക്ക് വരുന്നു. യുവക് കിസി കാമേ ലഗാ ഹുവാ ഹെ. യുവാവ് എന്തോ ജോലിയിൽ മുഴുകിയിരിക്കുകയാണ്. ലേഖക് യുവക് സെ യുവാവിനോട്, അരേ ഭയ്യ ക്യാ തും യഹാ രഹനെ വാലെ ഹോ. നിങ്ങൾ ഇവിടെ താമസിക്കുന്നയാളാണോ? യുവക് മുട്കർ ദേഖകർ തിരിഞ്ഞു നോക്കിയിട്ട്, ഹാ സാഹബ് ആപ് കോൻ ഹേ. അതെ സാർ, താങ്കൾ ആരാണ്? ലേഖക് ഹം യാത്രീ ലോഗ് ഹെ. ഞങ്ങൾ സഞ്ചാരികളാണ്. കൽ യഹാം കെ മന്ദിർ മേം ഠഹരേ ഥെ. ഇന്നലെ ഇവിടത്തെ അമ്പലത്തിൽ തങ്ങി. യുവക് അച്ഛാ ജാ രഹേ ഹേ ക്യാ. പോകുകയാണോ? ലേഖക് ഹാം ലേക്കിൻ തുംസെ ഏക് ബാത് പൂച്ച്നി ഥി. പക്ഷെ നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. കൽ രാത് കോ ഏക് പാഗലിനെ ഹമേ ബഹുത് പരേശാൻ കിയ. ഇന്നലെ രാത്രി ഒരു ഭ്രാന്തൻ ഞങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിച്ചു. യുവക് ശർമിന്ദ ഹോക്കർ ലജ്ജിച്ച്, വേ മേരെ പിതാ ഹെ. അദ്ദേഹം എൻ്റെ അച്ഛനാണ്. ലേഖക് ഗുസ്സേ സെ ദേഷ്യത്തോടെ, വോ ഹമേ മാർ സക്താ ഥാ. ഹം തോ ഡർ ഗയേ. അയാൾ ഞങ്ങളെ കൊന്നേനെ. ഞങ്ങൾ പേടിച്ചു പോയി. യുവക് മാഫ് കീജിയെ സാഹബ്, ഉൻകോ കഭി കഭി പാഗൽപൻ കാ ദൗര പഡ്താ ഹെ. ക്ഷമിക്കണം സാർ, അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് മാനസിക നില തെറ്റുന്നു. ലേഖക് ഹമാരി മദത് കെ ലിയെ തും ആയേ ക്യോം നഹി. ഞങ്ങളെ സഹായിക്കാൻ നീ വരാതിരുന്ന എന്താണ്? യുവക് സാഹബ് മേ ഖേതു പർ സോയാ ഥാ. ഞാൻ വയലിലായിരുന്നു ഉറങ്ങിയത്. വഹാം സോയാബീൻ കട്ട് രഹാ ഹെ. അവിടെ സോയാബീൻ വിളവെടുക്കുകയാണ്. ലേഖക് തും അപ്പനെ പിതാക്കോ ഘർ മേം ബന്ദ് കരോ. നീ നിന്റെ അച്ഛനെ വീട്ടിൽ പൂട്ടിയിട്. തഭി തോ വ കിസിക്കോ നഹി സതായേഗ. അപ്പോൾ അയാൾ ആരെയും ഉപദ്രവിക്കില്ല. യുവക് വേ കിസിക്കോ നഹി മാർത്തേ. അദ്ദേഹം ആരെയും തല്ലാറില്ല. വേ തോ ഭായിയോ കെ സാത്ത് രഹത്തെ ഹെ. അദ്ദേഹം ചേട്ടന്മാരുടെ കൂടെയാണ് താമസിക്കുന്നത്. കൽ രാത് കോ ഹി യഹാം ആയേ. ഇന്നലെ രാത്രി ഇവിടെ വന്നതേ ഉള്ളൂ. ലേഖക് അച്ഛാ ഐസി ഹേ. ഓ അങ്ങനെയാണോ. ചിന്താ മത് കരോ, ഹം ചലത്തെ ഹെ. പേടിക്കണ്ട, ഞങ്ങൾ പോകുകയാണ്. യുവക് ഹൻസ്കർ യുവാവ് ചിരിച്ചുകൊണ്ട്, ഠീക് ഹേ സാഹബ്. ശരി സാർ. കൂട്ടുകാരെ, ഈ പാഠം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഇനി അടുത്ത പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.